വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. Connect and count. The rabbit was happy to see carrots on the wayside. അവർ നടക്കുന്ന വഴിയില് അവർക്ക് ക്യാരറ്റ് കണ്ടു. ക്യാരറ്റ് കണ്ടതും റാബിറ്റിന് സന്തോഷമായി. എന്നിട്ട് റാബിറ്റ് എന്ത് പറഞ്ഞു? ഹേയ് carrots, let's buy some. അതാ ഇവിടെ ക്യാരറ്റ് ഉണ്ട്, നമുക്ക് കുറച്ച് വാങ്ങാം. ഡിയർ എന്താണ് പറയുന്നത്? The same number for me and my brother. എനിക്കും എൻ്റെ ബ്രദറിനും ഒരുപോലെ വേണം. I need only the small bunch. സ്ക്വിറൽ എന്ന് പറയുന്നു, എനിക്ക് ചെറിയ ബഞ്ച് മതി. Then the rabbit took the largest bunch. റാബിറ്റ് അതിൽ നിന്നും ലാർജസ്റ്റ് ബഞ്ച് എടുത്തു. ക്യാരറ്റിൽ നോക്കിയേ, ഏതാണ് ലാർജസ്റ്റ് ബഞ്ച്? നമുക്കെല്ലാം ഒന്ന് എണ്ണി നോക്കിയാലോ. ആദ്യത്തേത് നോക്കൂ, എത്ര ക്യാരറ്റ് ആണുള്ളത്? 1 2 3. ഇതിലെത്രയാണ്? 1 2. ഇതില് 1 2 3 4 5. ഇതില് 1 2 3. ഇതില് 1 2 3 4 5 6 7. അപ്പോൾ ലാർജസ്റ്റ് ബഞ്ച് ഏതാണ്? 7 ഉള്ളതാണ് അല്ലേ? ഡ്രോ എ ലൈൻ ടു കണക്ട് ദ റാബിറ്റ് ടു ദിസ് ബഞ്ച്. റൈറ്റ് ദ നമ്പർ ഓൾസോ. ഇനി ഈ ബഞ്ചുമായി നമുക്ക് റാബിറ്റിനെ കണക്ട് ചെയ്യാം. എന്നിട്ട് എത്ര ക്യാരറ്റ് ഉണ്ടെന്ന് അവിടെ എഴുതാം. റാബിറ്റ് എടുത്ത ബഞ്ച് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര എണ്ണമാണുള്ളത്? 7. കണക്ട് ഡിയർ ആൻഡ് സ്ക്വിറൽ ടു ദെയർ ബഞ്ചസ്. ഇനി ഡിയറിനെയും സ്ക്വിറലിനെയും അവരുടെ ബഞ്ചുമായി കണക്ട് ചെയ്യാം. റൈറ്റ് ദ നമ്പർ. എന്നിട്ട് എണ്ണവും എഴുതാം. ഡിയറിന് എങ്ങനെയാണ് വേണ്ടത്? ദ സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ. ഒരേ എണ്ണമുള്ളതാണ് വേണ്ടത് അല്ലേ? ഇതിലേതാണ് ഒരേ എണ്ണമുള്ള ക്യാരറ്റ്സ്? 3 ആണ്. അപ്പോ ഡിയറിനെ 3യുമായി കണക്ട് ചെയ്യാം. സ്ക്വിറലിന് ഏത് ബഞ്ചാണ് വേണ്ടത്? ഐ നീഡ് ഓൺലി ദ സ്മോൾ ബഞ്ച്. എനിക്ക് ചെറിയ ബഞ്ചാണ് വേണ്ടത്. ഇതിലേതാണ് ഏറ്റവും ചെറുത്? 2 ആണല്ലേ? അപ്പോ 2 ക്യാരറ്റ്സുമായി സ്ക്വിറലിനെ കണക്ട് ചെയ്യാം. റൈറ്റ് ദ നമ്പർ ഓഫ് ക്യാരറ്റ്സ് ഇൻ ദ റിമൈനിങ് ബഞ്ചസ്. ഇനി ബാക്കിയുള്ള ബഞ്ചസിന്റെയും എണ്ണം എഴുതുക. They walked and walked and reached a pond. അവർ നടന്ന് ഒരു പോണ്ടിന്റെ അടുത്തെത്തി. Wow, so beautiful. Let's stop for a while. What do you see in this picture? ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നുള്ളത്? Crane, butterfly, dragonfly, frog, duckling, tortoise, fish, flowers, tree, etc. Isn't it? Then what all did they see? Count and write. ഇനി ഇവിടെ ഓരോന്നും എത്ര എണ്ണമാണുള്ളതെന്ന് എഴുതുക. ഫ്രോഗ് എത്ര എണ്ണമാണുള്ളത്? എണ്ണി നോക്കൂ. 1 2 3 4. 4 ഫ്രോഗ്. ഡക്ലിങ്സ് എത്ര എണ്ണമുണ്ട്? 1 2. ഫിഷോ 1 2 3 4 5 6. ടോർട്ടോയിസ് 1. Crane 1 2 3. And the dragonfly 1 2 3 4 5. Which one is the largest? Color that box. ഏതാണ് കൂടുതൽ എണ്ണമുള്ളത്? ഇതിൽ ഏത് നമ്പറാണ് ലാർജസ്റ്റ്? 6. 6 എണ്ണമുള്ളത് ഫിഷ് ആണ്. അപ്പോൾ 6നെ നമുക്ക് കളർ ചെയ്യാം. Write the numbers from the smallest to the largest. ഇനി നമുക്ക് ഈ നമ്പറുകളെ സ്മോളസ്റ്റിൽ നിന്നും ലാർജസ്റ്റിലേക്ക് എഴുതാം. സ്മോളസ്റ്റ് നമ്പർ ഏതാ? 1. Then 2 3 4 5 and 6. Little birds. എന്നിട്ട് അവർ നടന്ന് ലിറ്റിൽ ബേർഡിന്റെ അമ്മയുടെ അടുത്തെത്തി. How many little birds are these?
ലിറ്റിൽ ബേർഡിന്റെ അമ്മയുടെ അടുത്ത് വേറെയും കുഞ്ഞുങ്ങളുണ്ടല്ലേ? അത് എത്ര എണ്ണമാണുള്ളത്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 8 ലിറ്റിൽ ബേർഡ്സ്. ലിറ്റിൽ ബേർഡിന്റെ അമ്മയുടെ അടുത്ത് 8 ലിറ്റിൽ ബേർഡ്സ് ഉണ്ട്. ഹിയർ ഈസ് മൈ ലിറ്റിൽ വൺ ആൻഡ് 3 others. ലിറ്റിൽ ബേർഡിന്റെ അമ്മ എന്താണ് പറയുന്നത്? എന്റെ കുഞ്ഞും വേറെ 3 പേരുമുണ്ട്. Now the little bird is with her mother. ലിറ്റിൽ ബേർഡ് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. Now there are 9 little birds. ഇപ്പോൾ 9 little birds ആയി അല്ലേ? നേരത്തെ അമ്മയുടെ കൂടെ 8 little birds ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 കൂടി ചേർന്നാൽ 9. And all 9 are happy. ഇപ്പോൾ 9 little birdsഉം happy ആയി. Write in order. 6 7 8 9. Leaving the little bird with her mother, others returned. ലിറ്റിൽ ബേർഡ് അതിന്റെ അമ്മയുടെ കൂടെ പോയി. ബാക്കിയുള്ളവരെ മടങ്ങി. അവരെ മരത്തിന്റെ അടിയിലേക്ക് എത്തി. Look, here is a mobile phone. നോക്കൂ, ഇവിടെ ഒരു മൊബൈൽ ഫോൺ. റാബിറ്റ് പറഞ്ഞു. Must be the hat sellers. അത് ഹാറ്റ് സെല്ലറിന്റെ ആയിരിക്കും. ഡിയർ പറഞ്ഞു. Unlock the mobile phone. മൊബൈൽ ഫോണിന്റെ ലോക്ക് തുറക്കാം. അവര് ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിന് ലോക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ലോക്ക് തുറക്കേണ്ടത്? നമ്പേഴ്സ് പ്രസ് ചെയ്യണമല്ലേ? They tried one by one to unlock the phone. അവര് ഓരോരുത്തരും ഫോണിന്റെ ലോക്ക് തുറക്കാൻ നോക്കി. The numbers they pressed glowed yellow. അവർ ഓരോരുത്തരും പ്രസ് ചെയ്ത നമ്പറെ യെല്ലോ കളറായി കാണുന്നുണ്ട്. റാബിറ്റ് പ്രസ് ചെയ്തത് 2 4 8. സ്ക്വിറൽ പ്രസ് ചെയ്തത് 3 5 7 8. മങ്കി പ്രസ് ചെയ്തത് 1 2 3 5 7 8. പാരറ്റ് പ്രസ് ചെയ്തത് 1 2 3 4 5 6 7 8 9. By that time, രാമുണ്ണി അങ്കിൾ came back. ആ സമയത്താണ് രാമുണ്ണി അങ്കിള് അങ്ങോട്ടേക്ക് വന്നത്. രാമുണ്ണി അങ്കിൾ എന്ത് പറഞ്ഞു? To unlock my phone, you must press all numbers from 1 to 9. എന്റെ ഫോണിന്റെ ലോക്ക് തുറക്കണമെങ്കിൽ 1 മുതൽ 9 വരെയുള്ള നമ്പർ പ്രസ് ചെയ്യണം. Who unlocked the phone? അപ്പോൾ ആരാണ് 1 മുതൽ 9 വരെ പ്രസ് ചെയ്തിട്ടുള്ളത്? പാരറ്റ് ആണല്ലേ? പാരറ്റ് ആണ് 1 മുതൽ 9 വരെ പ്രസ് ചെയ്തിട്ടുള്ളത്. Write the numbers in order. ഇനി നമുക്ക് ആ നമ്പർ ഓർഡറിൽ എഴുതാം. 1 2 3 4 5 6 7 8 9. There is another number on the phone. What is that? ഫോണിൽ എന്നൊരു നമ്പർ കൂടി ഉണ്ടല്ലോ. ഏതാണ് ആ നമ്പർ? 0. Look at the photo. The hat seller got his phone back. ഹാറ്റ് സെല്ലറിന് അയാളുടെ ഫോണ് തിരിച്ചു കിട്ടി. See the photo രാമുണ്ണി അങ്കിൾ took. രാമുണ്ണി അങ്കിൾ ഫോണിലെടുത്ത ഫോട്ടോ ഒന്ന് നോക്കൂ. നന്നായിട്ടുണ്ടല്ലേ? Pick the correct answer. ഇനി ഫോട്ടോ നോക്കിയിട്ട് കറക്റ്റായ ആൻസറിനെ ടിക്ക് ചെയ്യാം. How many are there in the photo? ഫോട്ടോയിൽ എത്ര പേരാണുള്ളത്? 8 6 7. ഏതാണ് കറക്റ്റ് ആൻസർ? അതിനെ ടിക്ക് ചെയ്യുക. ഫോട്ടോത്തിൽ എത്ര പേരാണുള്ളത്? എണ്ണി നോക്കാം. 1 2 3 4 5 6. അപ്പോൾ ആൻസർ ഏതാണ്? 6. അപ്പോൾ 6നെ ടിക്ക് ചെയ്യാം. Who is on the left of the deer? Parrot, monkey, squirrel. ഡീറിന്റെ ലെഫ്റ്റ് സൈഡ് ആരാണുള്ളത്? പാരറ്റ് ആണോ, മങ്കി ആണോ, സ്ക്വിറൽ ആണോ? സ്ക്വിറൽ ആണല്ലേ? അപ്പോ സ്ക്വിറലിന് ടിക്ക് ചെയ്യാം. There are 4 animals with 4 legs. True, false. ഇവിടെ 4 കാലുള്ള 4 ആനിമൽസ് ഉണ്ട്.
ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? ട്രൂ ടിക്ക് ചെയ്യാം. Those who can fly are more. ട്രൂ ഫാൾസ്. ഇവിടെ പറക്കാൻ കഴിയുന്നതാണ് കൂടുതലുള്ളത്. ശരിയാണോ തെറ്റാണോ? പറക്കാൻ കഴിയുന്നത് 2 പേരാണുള്ളത്, പറക്കാത്തവര് 4 പേർ. അപ്പോൾ ഇത് തെറ്റാണ്, ഫാൾസ്. The butterfly and parrot are above others. ട്രൂ ഫാൾസ്. ബട്ടർഫ്ലൈയും പാരറ്റും മറ്റുള്ളവരുടെ മുകളിലാണുള്ളത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ട്രൂ.